പിന്നെന്താണ്, എൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജനുവിനാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ഇടപെടാറുള്ളൂ. എനിക്ക് ഫീൽ ചെയ്യണം അത് തെറ്റാണെന്ന്, അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന്. എനിക്ക് തോന്നുന്നത് ചെയ്യുക. അത് തെറ്റാണെങ്കിൽ അത് ജനുവിനായിട്ട് പറഞ്ഞു തരുന്ന ആൾക്കാരുടെ വാക്കുകൾ കേൾക്കും. നമ്മളെ തെറ്റിക്കാൻ നടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അതിലൊക്കെ പെട്ടുപോയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രായം കൂടും തോറും നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. 20-ാമത്തെ വയസ്സിൽ സംഭവിച്ചതായിരിക്കില്ല 40-ാമത്തെ വയസ്സിൽ സംഭവിക്കുന്നത്, 30-ാമത്തെ വയസ്സിൽ സംഭവിക്കുന്നതായിരിക്കില്ല 40-ാമത്തെ വയസ്സിൽ. അപ്പോൾ ഇത് നമ്മൾ ഓരോ വർഷം കഴിയും തോറും നമ്മൾ ആർജിച്ചെടുക്കുന്ന കുറേ എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചിലപ്പോൾ ഉപകരിച്ചേക്കാം. ചിലപ്പോൾ ഒരുപാട് ബുദ്ധി കൂടിപ്പോയി നമുക്ക് വേറെ പ്രശ്നങ്ങൾ വന്നേക്കാം. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും ഒരു റീതിങ്ക് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും കർത്തവ്യം. ഇപ്പം ഞാൻ മാത്രമല്ല, ആരും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു വട്ടം ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. ഇത് ഞാൻ വലിയ നമ്മളെ ചേച്ചി അവിടെ ഇരുന്ന് കുറെ തള്ളിയായിരുന്നല്ലോ, എന്നിട്ട് ഇതൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊന്നും ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോ കുറെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് കാണുമ്പോൾ കുറെ പകുതിയൊക്കെ എത്തുമ്പോഴെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പീസം ഉള്ളതുപോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്, പ്രേക്ഷകരായി നമുക്ക് തോന്നുന്നതാ. അങ്ങനെ ഒരു ഗ്രൂപ്പിസം, ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ചേച്ചിക്ക് പോകാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം? ഗ്രൂപ്പിസം ഞാൻ എവിടെയും, അതിപ്പോ ജീവിതത്തിലാണെങ്കിലും ഞാൻ ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അറിയാലോ, എല്ലാവിടെയും ഓരോ കോക്കസുകൾ ഉണ്ടാവും. അതിപ്പോൾ നമ്മളിപ്പം എവിടെ തിരിഞ്ഞു നോക്കിയാലും കോക്കസ് രൂപീകരിച്ചുകൊണ്ടാണ് എല്ലാവരും പോകുന്നത്. അത്തരം കോക്കസുകളിലോ ഗ്രൂപ്പുകളിലോ ചെന്നുപെടാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇൻഡിവിജ്വലി നിന്ന് എന്താ പറയുക, ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ എല്ലാവിടെയും ഒരുപോലെ. ഞാനിപ്പം സീരിയൽ സെറ്റുകളിൽ പോയി എനിക്കിതിൻ്റെ പേരിൽ കുറേ പേരുദോഷവും വഴക്കുമൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ യൂണിറ്റിലുള്ള പിള്ളേരോട്, പ്രൊഡക്ഷനിലുള്ള പിള്ളേരോട്, എല്ലാവരുടെ അടുത്തും എന്തിനാണ് ഇങ്ങനെ മനീഷ ഒരുപോലെ. എനിക്ക് ഒരുപോലെ നിൽക്കാൻ എനിക്കറിയത്തുള്ളൂ എല്ലാവരോടും. അല്ലാണ്ട് ഇന്നയാൾ ഒരു സ്ഥാനത്ത് ഇന്നയാൾ വേറൊരു സ്ഥാനത്ത്. പിന്നെ എന്താണ്, എന്നെ ഉപദ്രവിക്കുന്ന ആൾക്കാരോട് ഞാൻ ദേഷ്യത്തിൽ പോകും. കാരണം ഞാൻ യേശുക്രിസ്തു, ശ്രീബുദ്ധനോ അള്ളാഹു ഒന്നുമല്ല. ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. അപ്പം എനിക്ക് എൻ്റേതായിട്ടുള്ള കുറവുകളും ഉണ്ടാവും, കൂടുതലുകളും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു അടിയൊക്കെ വരുന്ന ഒരു ഏരിയയാണ് അടുക്കള. അടുക്കളയിലായിരിക്കും പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത്. അപ്പൊ അടുക്കള ചേച്ചിക്ക് ഒരു വെല്ലുവിളിയാവും എന്ന് തോന്നുന്നുണ്ടോ? അടുക്കള എന്റെ വീട്ടിൽ തന്നെ എനിക്കൊരു വെല്ലുവിളിയാണ്. ഞാൻ നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യും കേട്ടോ. എന്റെ മക്കൾ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യം. അല്ല, ഞാൻ വെറുതെ പറഞ്ഞല്ല, ഞാൻ നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യും. പക്ഷെ ഈ